Hi everyone, welcome back. Today we are going to discuss some questions from motion. Okay, 9th class topic ആണ് നമുക്ക് നോക്കാം. An athlete complete one round of a circular track of diameter 200 meter in 40 seconds. What will be the distance covered and displacement at the end of 2 minutes 20 seconds? Okay, question. An athlete complete one round of a circular track of diameter 200 meter. അപ്പോൾ ഈ സർക്കുലർ ട്രാക്കിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. ഒരു അത്ലറ്റ് ഈ ഒ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തത് 40 സെക്കൻഡിലാണ്. 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തത് ഓക്കെ 1 റൗണ്ട് 40 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തു. What will be the distance covered and displacement at the end of 2 minutes 20 seconds? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡും കാണണം, അതുപോലെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും കാണണം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് 2 minutes 20 seconds 2 minutes 20 സെക്കൻഡിൽ ആ അത്ലറ്റ് കംപ്ലീറ്റ് ചെയ്ത ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ സർക്കുലർ ട്രാക്കിൻ്റെ സർക്കംഫറൻസസ് ഒന്ന് കണ്ടു നോക്കാം. സർക്കംഫറൻസസ് ഓഫ് ദ സർക്കംഫറൻസസ് ഓഫ് ദ സർക്കുലർ ട്രാക്ക്. Circular track that is equal to 2 pi r. Circumferences that is equal to 2 pi r. That is equal to 2 into 22 by 7 into radius of the circular track, that is 100. 200 അല്ലേ, അത് ഡയമീറ്റർ ആണ്. Then we should find the radius, that is 100. So we will get 2 into 22 means 44. Then 2 zeros divided by 7, that much meter. Okay, this much distances covered in 40 seconds. Okay, ഈ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് 40 സെക്കൻഡ് കൊണ്ടാണ്. നമുക്ക് കണ്ടുപിടിക്കുന്നത് 2 minutes 20 സെക്കൻഡ് ആണ്. 2 minutes 20 സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് 2 minutes 20 സെക്കൻഡ് നമുക്കൊന്ന് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. 2 into 60 plus 20, that is equal to 140 seconds. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് റൗണ്ട്സ് കാണാം. നമ്പർ ഓഫ് റൗണ്ട്സ് ഇൻ 140 സെക്കൻഡ്സ്. 140 സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് റൗണ്ട് ആ അത്ലറ്റ് എത്ര നമ്പർ ഓഫ് റൗണ്ട്സ് ആണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് നോക്കാം. എത്ര? 140 സെക്കൻഡിൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 40 സെക്കൻഡ് എടുക്കണം. അപ്പോൾ 140 ഡിവൈഡഡ് ബൈ 40, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാൻസൽ. ദെൻ വി വിൽ ഗെറ്റ് 7 by 2, ദാറ്റ് ഈസ് 3.5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്പർ ഓഫ് റൗണ്ട്സ് ഇൻ 140 സെക്കൻഡ് 3.5 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്ത് ആ അത്ലറ്റ്. ഓക്കെ, അപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് മീൻസ് 4400 ഡിവൈഡഡ് ബൈ 7 ആണ്. എങ്കിൽ 3.5 റൗണ്ട്സിൽ എന്തുമാത്രം ഡിസ്റ്റൻസ് കവർ ചെയ്യും? ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ therefore distance is equal to 4400 divided by 7 into 3.5. Okay, then we can cancel this. We will get 0.5. 44 into 5 means 220. Okay, 44 into 5, okay, 220. Then we should put 2 zeros. Then okay, then we will get 2200 meter. That is the total distance traveled, 2200 meter. Understood? അപ്പോൾ ആദ്യം നമ്മൾ
ഇതിൻ്റെ സർക്കംഫറൻസസ് കണ്ടു. സർക്കംഫറൻസസ് ദാറ്റ് ഈസ് 2πr, 2 into 22/7 into radius means that is 100. Then we will get 4400 divided by 7. ഓക്കെ, ഇനി നമ്മൾ 140 സെക്കൻഡിലെ നമ്പർ ഓഫ് റൗണ്ട്സ് ആണ് കണ്ടുപിടിച്ചത്. നമ്പർ ഓഫ് റൗണ്ട്സ് ഇൻ 140 സെക്കൻഡ് ദാറ്റ് ഈസ് 140 ഡിവൈഡഡ് ബൈ 40 ദാറ്റ് ഈസ് ഈക്വൾ ടു 3.5. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റൗണ്ട് ആണ്. ദെൻ ഡിസ്റ്റൻസ് ഈസ് ഈക്വൾ ടു 1 റൗണ്ട് 4400 ഡിവൈഡ് ബൈ 7 മീറ്റർ ആണ് കവർ ചെയ്തത്. അപ്പോൾ 3.5 റൗണ്ടിൽ കവർ ചെയ്തത് 4400 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 3.5 ദാറ്റ് ഈസ് ഈക്വൾ ടു 2200 മീറ്റർ. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. Then we should find out the displacement at the end of 2 minutes 20 seconds. How we can find out the displacement at the end of 2 minutes 20 seconds? ഇപ്പം നമ്മൾ പറഞ്ഞ 3.5 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ 1 round, 2 round, 3 rounds. Then 3.5 means half the portion of this circular track. Means he reached here. ഓക്കെ, ഇപ്പം അയാളുടെ പൊസിഷൻ എ എന്ന് പറയുന്ന പോയിന്റിലാണ്. So the displacement is equal to, what is displacement? Displacement is equal to shortest distance between the initial and final position. ഇനിഷ്യൽ പൊസിഷൻ്റെയും ഫൈനൽ പൊസിഷൻ്റെയും ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇയാൾ സ്റ്റാർട്ട് ചെയ്തത് ഓയിൽ നിന്ന് എൻഡ് ചെയ്തത് എ. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ ട്രാക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 200 മീറ്റർ. Okay, so displacement is equal to 200 meter. Understood? Okay, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം കാണാം. Toss of jogs from one end A to the other end B of a straight 300 meter road. ഇതാണ് സ്ട്രെയിറ്റ് 300 meter റോഡ് എന്ന് പറയുന്നത്. 300 meter ആണ് ഇതിൻ്റെ ലെന്ത്. ഓക്കെ, A to B ആണ്. എയിൽ നിന്ന് from A to B in 2 minutes 20 seconds. He covered this distance in 2 minutes 30 seconds. 2 minutes 30 seconds. Okay. And then returns around and jogs 100 meter back to point C. Then from here to here, that is the point C. He reached at the point C in another 1 minute. Okay, then he reached this point in 1 minute. Okay, he covered the distance that is 100 meter. He then 100 meter back. Okay, understood. അപ്പോൾ നമ്മുടെ ജോസഫ് എയിൽ നിന്ന് ബിയിലേക്ക്, ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ 300 മീറ്റർ ആണ്. അത് 2 minutes 30 seconds കൊണ്ട് കവർ ചെയ്തു. എന്നിട്ട് ബിയിൽ നിന്ന് 100 മീറ്റർ ബാക്കിലേക്ക് വന്നിട്ട് സി എന്ന് പറയുന്ന പോയിന്റിലെത്തി 1 minute കൊണ്ട്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ജോസഫ്സ് ആവറേജ് സ്പീഡ് ആൻഡ് വെലോസിറ്റി? വി ഷുഡ് ഫൈൻഡ് ഔട്ട് ദി ആവറേജ് സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ജോസഫ് ഇൻ ജോഗിങ് എ ഫ്രം എ ടു ബി. ഫസ്റ്റ് വൺ ഫ്രം എ ടു ബി. ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എ ടു ബി കണ്ടുപിടിക്കാം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഫ്രം എ ടു ബി ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ദറ്റ് ഈസ് ഈക്വൽ ടു 300 divided by total time taken that is 2 minutes 30 seconds. 2 minutes 30 seconds means 2 into 60 plus 30, that is 120 plus 30 means that is 150 seconds. Okay, then we can write here 150 seconds. But total distance travel divided by total time taken. So average speed is 2 meter per second. Okay. Then next we should find out the average velocity. Average velocity in this case. Average velocity. Average velocity means that is displacement divided by time taken. എയിൽ നിന്ന് ബി വരെ ഇപ്പം നമ്മുടെ ജോസഫ് നിൽക്കുന്നത് ബിയിലാണ്. ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി ദാറ്റ് ഓൾസോ സെയിം, ദാറ്റ് ഈസ് 300 മീറ്റർ. സോ 300 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ദാറ്റ് ഈസ് 150. ദെൻ വി വിൽ ഗെറ്റ് 2 meter per second. Okay,
completed. അപ്പം A to B completed. Then we should find from A to C. Second case A to C. From A to C. Okay, A to C. അപ്പോൾ ആവറേജ് സ്പീഡ് ഫസ്റ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. എയിൽ നിന്ന് ബിയിൽ എത്തിയിട്ട് തിരിച്ച് സിയിലേക്ക് വരിക. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് മീൻസ് 300 + 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 400. Then 400 divided by then total time taken. This we know one from A to B we know 150 seconds. Then from B to C 1 minute. So total time taken means 150 + 60 that is equal to 210. So that is 210. We can cancel. Then we will get 40 divided by 21. Okay, we should find out the 40 divided by 21. 40 by 21. 21 then 9 19 0.9 9 18. Okay, then remainder 1. Okay, then 0 0 1.90 1.90 meter per second. Okay, then next we should find out the average velocity. Then velocity we should find out the velocity. How we can find out the velocity? Appo velocity is equal to velocity from A to C. So that is the displacement, shortest distance from the initial to the final. Now the position of Joseph is at C. So the total displacement from A to C, that is 300 minus 100, that is 200 divided by total time taken, that is same 210. Then we will get 20 divided by 21. 20 divided by 21. 20 divided by 21, then 0.200. Okay, 9 189, then remainder 11 0, then we will get 5 0.95 meter per second. Okay, അപ്പം നമുക്ക് നോക്കിക്കേ, ആവറേജ് സ്പീഡ് കിട്ടി, ആവറേജ് വെലോസിറ്റി കിട്ടി ഫ്രം A to B. Then we should find A to C ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത പ്രോബ്ലമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.